അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 6 പച്ച ഏത്തക്കായ എടുത്തിട്ടുണ്ട്. തൊലി ഉരിച്ച് ഇതേപോലെ മാറ്റി വെച്ചേക്കാണ്. ഇനി നമുക്ക് ഇതൊരു സ്ലൈസർ ഉപയോഗിച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. കത്തി ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് മുറിച്ചെടുക്കാം. പക്ഷെ നമുക്ക് എല്ലാം ഒരേ കനത്തിൽ കിട്ടത്തില്ല. അപ്പോൾ ഒരേ കനത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതേപോലെ സ്ലൈസർ ഉപയോഗിച്ചിട്ടാണ് സ്ലൈസ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് നമ്മൾ ചിപ്സിന് ഉപ്പും ആ ഒരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കായ നമുക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ കായ തമ്മിൽ ഒട്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. ഇടയ്ക്ക് തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയെന്ന് തോന്നുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെയും ഉപ്പിൻ്റെയും ആ ഒരു മിക്സ് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ചിപ്സിന് ആ ഒരു കളറും ഉപ്പും ഒക്കെ ഇതിൽ തന്നെ പിടിക്കും. എണ്ണയിലെ ബബിൾസ് എല്ലാം താഴ്ന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ കായ ഇവിടെ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയെടുക്കാം. പച്ച ഏത്തക്കായ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.